ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? ഞാനൊന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി കുറച്ച് കണ്ടന്റ് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പം നല്ല വെയിലിവിടെ, അത്യാവശ്യം നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഐ തോട്ട് ലൈക്ക് ഓക്കെ, എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ ഇരുന്ന് വീഡിയോ എടുത്തേക്കാന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന കണ്ടിട്ട് മീ ആസ് എ ഇമോഷണൽ സെൻസിറ്റീവ് ഗേൾ, ഇതാണ് എൻ്റെ ടോപ്പിക്ക്. അപ്പം കുറച്ച് നാളായിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഇപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു ടൈം കിട്ടിയത്. ആക്ച്വലി ഇന്നത്തെ ദിവസം ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഓക്കെ, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഞാനൊന്ന് പോയിട്ടുണ്ടായില്ല. എനിക്ക് പിന്നെയും പനി വന്നു ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞത് ആക്ച്വലി എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് പനിക്കുന്നത്. അപ്പൂന് പനിയായിരുന്നു. അപ്പൂന് തിരുവോണത്തിൻ്റെ അന്നാണ് പനി പിടിച്ചത്. സോ ഞാൻ വലിയ കാര്യത്തിൽ അതിനോട് ഡയലോഗ് അടിച്ചതായിരുന്നു, എനിക്കൊക്കെ പനിക്കുള്ളൂ, എനിക്ക് പനിക്കൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി ആണ്, എൻ്റെ അടുത്ത് എത്ര പനിയുള്ള ആൾ കിടന്നാൽ പോലും ഞാൻ പനിക്കില്ല എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചാണ്. 2 ദിവസം കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് പനിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള പനിയായിരുന്നു. എനിക്ക് തോന്നുന്നു അവനൊരു 103 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു ബോഡി ടെമ്പറേച്ചർ. എനിക്കും അത്ര തന്നെ ഉണ്ടെന്നാണ് തോന്നിയത്. എനിക്ക് ഇന്നലെ ഞാൻ പനിച്ചിട്ട് ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തി. അപ്പോൾ നല്ല ബോഡി പെയിനും ബോഡി ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ പാരസെറ്റമോൾ കഴിച്ച പിന്നെ ഞാൻ ഓക്കെ, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ചെറിയ തൊണ്ടവേദന, മൂക്കൊലിപ്പ് അതുപോലത്തെ കാര്യങ്ങളുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നായിരിക്കും, എന്തിനാ അത്ര സെൻസിറ്റീവ് ആവുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഐറണി. ബിക്കോസ് ഈ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ചോദിക്കുന്നത് എന്തിനാ എത്ര അധികം സെൻസിറ്റീവ് ആവുന്നതെന്ന്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ്. ബിക്കോസ് അവർ സെൻസിറ്റീവ് ആയതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളിലും അവർ സെൻസിറ്റീവ് ആകുന്നത്. അപ്പം എന്താ പറയുക, പലപ്പോഴും ഞാൻ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതാണ്, എന്തിനാ നീ ഇങ്ങനെ കരയണത്, എന്തിനാ കാര്യങ്ങൾ ഇത്ര സെൻസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്, എന്തിനാ ഇത്ര സീരിയസ് ആക്കി എടുക്കുന്നതെന്ന്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്, കാര്യങ്ങളൊന്നും പേഴ്സണലാക്കി എടുക്കരുത്. എന്തെന്നെ വന്നു കഴിഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും, വെദർ ഇറ്റ് ഗുഡ് തിങ്സ് ഓർ ബാഡ് തിങ്സ്, എന്ത് തന്നെയാണേലും പേഴ്സണലാക്കി എടുക്കരുത് എന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ബട്ട് ഐ എം വെരി ഹാർഡ്ലി ട്രൈങ്. എനിക്ക് പറ്റുന്നില്ല പല കാര്യങ്ങളും അങ്ങനെ പേഴ്സണലാക്കി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. തമാശേൻ്റെ കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതും അതാണ്. ഫ്രണ്ട്സൊക്കെ കൂടിയിരുന്ന് തമാശയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അതൊക്കെ ഭയങ്കര പേഴ്സണലാക്കി എടുക്കും. എനിക്കറിയില്ല ആ ഒരു സ്പിരിറ്റിൽ, ഒരു തമാശേൻ്റെ സ്പിരിറ്റിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ തവണ ഞാനതിന് ശ്രമിച്ചിട്ടുണ്ട്, ബട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാനത് ഭയങ്കര സീരിയസ് ആക്കി, ഇന്ന കാരണം കൊണ്ടായിരിക്കില്ല അവരങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഞാനിങ്ങനെ വല്ലാതെ ഓവർ തിങ്ക് ചെയ്യും. അപ്പം ഈ ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നേരിടുന്ന പല പ്രശ്നങ്ങളിലൊന്നാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്, ആൻസൈറ്റി, സെൽഫ് ഡൗട്ട്, അതുപോലെ ലോ സെൽഫ് എസ്റ്റീം. ഇതൊക്കെ അവർ നേരിടുന്ന മെയിൻ പ്രശ്നങ്ങളിലൊന്നാണ്. അവരെപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിക്കും. പ്രത്യേകിച്ച് അവരുമായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ മൈന്യൂട്ട് ചേഞ്ചസ് പോലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പം ഞാനായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ അടുത്തപ്പോൾ മിണ്ടാതിരിക്കുകയാണ്. അതായത് അവർ തുടക്കത്തിൽ ഭയങ്കര നമ്മുടെ സ്നേഹം കൊണ്ട്, അതായത് ലവ് ബോംബിങ് എന്ന് പറയും. അപ്പോൾ അതുപോലെ നമ്മുടെ അടുത്ത് നിന്നിട്ട് പെട്ടെന്ന് അവർ ഡിസപ്പിയർ ആവുകയാണ്. ഡിസപ്പിയർ ഇൻ ദ സെൻസ്, ഞാൻ പാർട്ട്നേഴ്സിൻ്റെ കേസ് മാത്രമല്ല കേട്ടോ പറയുന്നത്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, കസിൻസ്, ആരും ആവാം. സോ ഇവർ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ട് നിന്നിട്ട് പിന്നെ ഇവരെ കാണുന്നില്ല ഇൻ ദ സെൻസ് നമ്മുടെ അടുത്ത് ഇനീഷ്യലി കാണിച്ചിരുന്ന എഫേർട്ടോ ഒരു കെയർ, ലവ്, അതൊന്നും പിന്നീടില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, ഞാനൊരു സെൻസിറ്റീവ് പേഴ്സൺ ആണെന്ന് അറിഞ്ഞതിന് ശേഷം തുടക്കത്തിൽ ഇപ്പോൾ എന്നെ കാണുമ്പം എല്ലാവരും പറയുന്നതാണ് കുറച്ച് മെച്ചുവേർഡായിട്ടുള്ള ബോൾഡായിട്ടുള്ള ലേഡി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് സീരിയസ് ക്യാരക്ടറാണെന്ന്. പക്ഷെ അടുത്തറിഞ്ഞപ്പോഴാണ് അത് ഭയങ്കര പാവമാണ്, ഭയങ്കര പൊട്ടിയാണ്, പാവമാണ്. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം അവരൊരു ഗ്യാപ്പ് ഇടുക, ഇത്രയൊക്കെ ഉള്ളൂ.
ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് എ ഗുഡ് ക്യാരക്ടർ ഓൾ ദാറ്റ്. ബിക്കോസ് നമുക്കൊരിക്കലും വേറൊരാളാകാൻ പറ്റില്ല. എന്നോട് വേറെ പല ആൾക്കാരും, ഒരാളെന്നല്ല പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി ബോൾഡായിക്കൂടെ, കുറച്ചുകൂടി ഒക്കെ സിറ്റുവേഷനെ നമുക്ക് ബോൾഡായിട്ട് ഫേസ് ചെയ്യാം. പക്ഷേ ഐ ആം ആസ് എ ഇമോഷണലി സെൻസിറ്റീവ് പേഴ്സൺ, ഐ കാൻ ബി ട്രാൻസിസ്റ്റഡ് ടു ഓർ ചേഞ്ച് ടു എ ഹോൾ വേൾഡ് പേഴ്സൺ. അല്ല, എനിക്കൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ളൊരു പേഴ്സണായി മാറാൻ പറ്റില്ല. ഇപ്പോൾ ബോൾഡായിട്ടുള്ളൊരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങളെന്താ കരയാത്തത്, നിങ്ങൾക്ക് കരഞ്ഞൂടെ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, ആ വ്യക്തിക്ക് അതിനെ പറ്റില്ല. അതുപോലെ എനിക്ക് അങ്ങനെ വേറൊരാളായിട്ട് അങ്ങനെ മൊത്തത്തിൽ മാറാനൊന്നും പറ്റില്ല. എനിക്ക് നല്ല ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും വേറെ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ആൾക്കാരിലേക്ക് അങ്ങനെ മാറാൻ പറ്റുമൊന്നുമില്ല. നമ്മളെ തന്നെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഹാർഡ്ലി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പല ആൾക്കാർക്കും അറിയില്ല. അതാണ് വേറൊരു കാര്യം. ഓക്കെ, അപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ ആസ് എ ഇമോഷണലി സെൻസിറ്റീവ് ഗേളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ആ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, ആ ഒരു ഇൻറ്റൻഷൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അവർ പെട്ടെന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടായിരിക്കും അവർ എൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുള്ളത് ശരിയായിട്ടുണ്ട് പിന്നീട്. അതായത് ഞാനിപ്പോൾ എന്താണോ മനസ്സിലാക്കുന്നത് ആ ഊഹിക്കുന്ന കാരണങ്ങൾ പിന്നീട് പലപ്പോഴായിട്ട് ശരിയായി വന്നിട്ടുണ്ട്. അതെൻ്റെ ലൈഫിൽ ഞാൻ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ കേസിലൊക്കെ അത് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ശരിയായി വന്നിട്ടുണ്ട്. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ വേറൊരു പ്രശ്നമാണ് അവരെ പല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് മണി, ഇൻ ടേംസ് ഓഫ് ഇമോഷണൽ അവൈലബിലിറ്റി, അവർ ഭയങ്കര പാവമായതുകൊണ്ട് തന്നെ എന്താ പറയുക, അവരെ പല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യും. അവർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്നേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവരെ നമുക്ക് ഇപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഞാൻ വളരെ ക്വാളിറ്റി ആയിട്ട് കരുതുന്ന കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഇപ്പം നിലവിൽ എൻ്റെ കൂടെ ഉള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ഫോർ എ പെർട്ടിക്കുലർ റീസൺ എൻ്റെ ലൈഫിൽ വന്നതായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ബാക്കി കുറച്ച് നല്ല ഫ്രണ്ട്സ് എനിക്ക് ഇപ്പോഴും ലൈഫിലുണ്ട്. നമുക്കത് മനസ്സിലാവും അല്ലേ, നമ്മളിപ്പം ഫ്രണ്ട്സ് ആവുന്ന സമയത്ത് നമ്മളിപ്പം ഇവർ നമ്മളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന് നോക്കിയിട്ടൊന്നല്ലല്ലോ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ആ ഒരു ലൈഫിലെ ഒരു എന്താ പറയുക, ഒരു പോയിന്റ് എത്തുമ്പം ആ പ്രസിദ്ധ വ്യക്തിയായിട്ട് നമ്മൾ കാണും, പരിചയപ്പെടും, സംസാരിക്കും, നല്ലൊരു കണക്ഷൻ ഉണ്ടാവും. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവരെങ്ങനെയാണ് ലൈഫ് നമ്മളെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. സോ ഇപ്പോൾ ഞാൻ ബാക്കിലോട്ടേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ കുറേ പേര് എന്തെങ്കിലുമൊക്കെ ഒരു നിസ്സാരണ കാര്യം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പൈസ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എൻ്റെ കൂടെ നിന്നിരുന്ന കുറച്ച് ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ലാത്ത വളരെ അൺകണ്ടീഷണലായിട്ട് എന്നെ സ്നേഹിക്കുന്ന 1, 2, 3 അത്ര ഫ്രണ്ട്സേ ഇപ്പം എൻ്റെ ലൈഫിലുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പല രീതിയിൽ ആൾക്കാർ എന്താ പറയുക ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കി എടുക്കും. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും എപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർ ഗിവേഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് കാര്യം അവർക്ക് കൊടുക്കാൻ യാതൊരു മടി ഉണ്ടാവില്ല. അത് സ്നേഹമായിക്കോട്ടെ, ഹെൽപ്പായിക്കോട്ടെ, കെയർ ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, എന്തിൻ്റെ ഫോമിലാണെങ്കിലും അവരെപ്പോഴും ഗിവേഴ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ടേക്കേഴ്സായിട്ട്. റിലേഷൻഷിപ്പിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഒരു ഗിവറും ആണെങ്കിൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് സസ്റ്റൈനബിളായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. ഒരു ഗിവറും ടേക്കറും ആയിക്കഴിഞ്ഞാൽ പറയണ അവസ്ഥ അധികമല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകില്ല. റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ഗിവറും ഒരു ടേക്കറും ആകുമ്പോൾ. നമ്മൾ ഭയങ്കര ടയേർഡാവും, ഭയങ്കര സിക്കാവും ആ വ്യക്തിയായിട്ട് കുറേ കാലം മുന്നോട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത്. സോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാതെ തന്നെ പല ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഒരുപാട് മനസ്സിലായിട്ടുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ മ്യൂച്വൽ എഫേർട്ട് ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവില്ല. ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ മോർ ദാൻ ഫീലിങ്ങിനെക്കാട്ടിലും കൂടുതൽ എഫേർട്ട് എന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ വേറൊരു കുഴപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും അവർക്ക് സംശയമാണ്, ഡൗട്ടാണ്. അവർ ഓവർതിങ്ക് ചെയ്യുന്നതിനെ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരായിട്ട് കമ്പനി ആവാത്തതായിരിക്കും നല്ലത്. ഇപ്പോൾ എനിക്ക് തന്നെ പലതവണ തോന്നിയിട്ടുണ്ട് പല ചിന്തകളും, എന്താ എനിക്കിങ്ങനെ തോന്നിയത്,
അവരെ ചിന്തിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെയോ ചെന്നെത്തും. അത് നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ. അങ്ങനെ തോന്നിയിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഞാൻ പറയാൻ പോവുകയാണ്. ഫസ്റ്റ് തിങ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കഴിയുന്നത് പേഴ്സണലാക്കി എടുക്കാണ്ടിരിക്കാൻ നോക്കുക. എനിക്കറിയാം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അത്, ബട്ട് നിങ്ങൾ പോകെ അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത്. എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മെയിൻ കാര്യങ്ങളിലൊന്നാണത്. പിന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. ജേർണലിംഗ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ ഇറ്റ്സ് അനദർ, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും, അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യല്ല, മനസ്സിലെ ഇമോഷൻസിനെ മാനേജ് ചെയ്ത് നിർത്താനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ പിന്നെ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുകയൊന്നും ചെയ്യില്ല. നമുക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു ബോണസായിട്ട് വന്ന ഒന്നാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ അത് ഫേസ് ചെയ്യുന്നുണ്ടാവും. സോ ഇതുപോലെ ആൻസൈറ്റി, ഓവർ തിങ്കിങ് ഒക്കെ ഒരു പരിധി വരെയൊക്കെ മാനേജ് ചെയ്യാൻ മെഡിറ്റേഷനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ജേർണലിങ്ങും മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നല്ലതാണത് ചെയ്യുന്നത്. അത് എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ലൈഫിലുണ്ടാവുള്ളൂ. പിന്നെന്താ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരിൽ 0 എക്സ്പെക്റ്റേഷൻസ് വെക്കുക. അത് വേറൊരു കാര്യം. പണ്ടൊന്നും അങ്ങനെയായിരുന്നില്ല, ബട്ട് ഇപ്പം ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വലിയ കാര്യങ്ങളിലൊന്നാണത്. നമ്മൾ എത്ര ആൾക്കാർ സ്നേഹിച്ചാലും, നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ അച്ഛനും അമ്മയും, അവരെ എന്നെ അൺകണ്ടീഷണലായിട്ടാണ് ഇതേവരെ സ്നേഹിച്ചിട്ടുള്ളത്, എസ്പെഷ്യലി എൻ്റെ അമ്മ. സോ നമുക്ക് പാരൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പാരൻസ് ആണെങ്കിലും കണ്ടീഷൻ അവർ പറയണത് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്താ പറയുക നമ്മളെ ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ പാരൻസിൻ്റെ അൺകണ്ടീഷണൽ സ്നേഹമൊന്നും അല്ലാതെ ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പാരൻസിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറഞ്ഞത്. എക്സെപ്റ്റ് പാരൻസ്, നമ്മൾ വേറെ ആരെയും അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം അവർ എപ്പോഴാണ് ലൈഫിൽ മാറുക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആൾക്കാർ, നമ്മുടെ കാലം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ലൈഫ് മാറുന്നതിനനുസരിച്ച് ആൾക്കാരും അവരുടെ പ്രയോറിറ്റിയും ഇഷ്ടങ്ങളും ഒക്കെ മാറും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇപ്പോൾ ഇന്നലെ വരെ എൻ്റെ ലൈഫിൽ ഞാൻ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് കരുതിയിരിക്കുന്ന ഒരാളായിരിക്കില്ല നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതിപ്പം എത്ര ആൾക്കാരുടെ ലൈഫിൽ അത് അങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല. ഞാനത് സയൻറ്റിഫിക്കലി ഡാറ്റ വെച്ചിട്ടൊന്നല്ല സംസാരിക്കുന്നത്, എൻ്റേതായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നമ്മൾ ആൾക്കാരുടെ കേസിൽ 0 എക്സ്പെക്റ്റേഷൻസ് വെക്കുക. അത് ആര് തന്നെ ആയാലും ആൾക്കാർ ചേഞ്ച് ചെയ്യും, ഡെഫിനറ്റ്ലി ഗോണ ചേഞ്ച്. അത് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ബേസിക്കലി എൻ്റെ അടുത്ത് ആൾക്കാർ എങ്ങനെയാണ് നിൽക്കുന്നത് അതേ ഫോമിലാണ് ഞാൻ തിരിച്ച് അവരുടെ അടുത്ത് നിൽക്കുന്നത്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. പണ്ടൊക്കെ അവർ എൻ്റെ അടുത്ത് എന്ത് മോശം ചെയ്താലും പിന്നെ അവരെ പുറകെ പോയി ഞാൻ ചെയ്ത തെറ്റിന് അവരോട് സോറി പറഞ്ഞ് അവരുടെ അടുത്ത് ഇങ്ങനെ ബെഗ് ചെയ്ത് പോവില്ലേ. കാര്യം ആൾക്കാരെ ലൂസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലം മുന്നേ വരെയൊക്കെ എങ്ങനെയായിരുന്നു. ഞാൻ സ്നേഹിച്ചിരുന്ന ആൾക്കാർ എൻ്റെ ലൈഫിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് ഫിയർ ആയിരുന്നു എനിക്കത്. കാര്യം ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ട് തന്നെ, ഞാൻ ചെയ്ത തെറ്റെന്നല്ല, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒബ്വിയസ്ലി, പക്ഷേ അവർ ചെയ്ത തെറ്റുകൾ കൊണ്ട് അവർ പോവാതിരിക്കുമ്പോൾ ഞാൻ അവരെ പിടിച്ചിങ്ങനെ ബെഗ് ചെയ്യും. സോ ആ ഒരു പരിപാടിയൊന്നും ഇപ്പം എനിക്കില്ല. പോകേണ്ടവർക്ക് പോകാം, അയ്യോ പോകല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്ന പരിപാടി ഇപ്പം എനിക്കില്ല. പണ്ടുണ്ടായിരുന്നു, ബട്ട് ഇപ്പം എനിക്കത് തീരെയില്ല. കാര്യം അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ലൈഫിൽ കുറച്ച് തിരിച്ചറിവുകളൊക്കെ വന്നേ പിന്നെ ലൈഫ് ഇപ്പം സുലഭമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ മെൻ്റൽ ട്രോമാസ് ഒന്നും എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ സോ അങ്ങനെ നമ്മൾ 0 എക്സ്പെക്റ്റേഷൻസ് വെക്കുക. ആരുടെ കേസിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മളവരെ നമ്മൾ കൂടുതൽ സ്നേഹിച്ച് എഫേർട്ട് എടുത്ത് നിൽക്കുമ്പോണ്ടല്ലോ, പിന്നീടൊരു സുപ്രഭാതത്തിൽ അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു വാക്വം പോലെ, ഒരു എംപ്റ്റിനെസ് പോലെ ഫീൽ ചെയ്യും. സോ അതിൻ്റെ ആവശ്യമില്ലാതെ നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും അവർ പോകും എന്നുള്ളൊരു റിയലൈസേഷനോടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം പിന്നെ ഓക്കെയാണ്. പക്ഷെ അങ്ങനെ സ്നേഹിക്കാൻ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല. അതായത് അളന്ന് മുറിച്ച് സ്നേഹിക്കാൻ നമുക്കറിയില്ല. അങ്ങനെ അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സോ അങ്ങനെ നമുക്കറിയാത്തത് കൊണ്ട് നമുക്കത് കുറച്ച് ചലഞ്ചിങ് ആണ്, പക്ഷെ അത് പറ്റും. കാര്യം ഞാനിപ്പോൾ അതങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള റെസ്പെക്റ്റും സ്നേഹവും മാത്രം കൊടുത്താൽ മതിയെന്നേ, അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കണ്ട. അവരെ ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള എഫേർട്ടും സ്നേഹവും
ഒക്കെ കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇവിടെ പലരും ചെയ്യുന്നത്, പല ആൾക്കാരും ചെയ്യുന്നത്. സോ നമുക്കും അത് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അതിപ്പം റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിലാണെങ്കിലും ആൾക്കാരെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൾക്കാരെ ബ്ലൈൻഡായിട്ട് സ്നേഹിക്കാതിരിക്കാനായിട്ട് നോക്കുക. എവ്രി പേഴ്സൺ ഹാവ് നെഗറ്റീവ് സൈഡ് ആൻഡ് പോസിറ്റീവ് സൈഡ്സ്. അപ്പം എല്ലാവരും നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കില്ല ചിന്തിക്കുന്നത്. ചില ആൾക്കാരൊക്കെ നമ്മുടെ മോശം സൈഡിന് വേണ്ടി ചിന്തിക്കും, അല്ലേ? നമ്മൾ നന്നായി കാണാൻ ആഗ്രഹിക്കാത്ത പല ആൾക്കാരുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ ലൈഫിലുണ്ട് എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ലൈഫ് ജീവിക്കുക. ഇപ്പം ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ പാവമായിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഈ ഇമോഷണൽ സെൻസിറ്റിവിറ്റി കൊണ്ട് ആൾക്കാരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കി എടുക്കുക എന്നല്ലാതെ അതിനാരും അപ്രീസിയേഷൻ ചെയ്യാനൊന്നും പോവില്ല. വരും, എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് നല്ല ക്വാളിറ്റി ആണെന്ന്, ഇത് നമ്മുടെ സ്ട്രെങ്ത്തും ആണ്, അതുപോലെ നമ്മുടെ വീക്ക്നെസ് ആണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പോഴത്തേക്കും 16 മിനിറ്റ് കണ്ടായി, കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പം ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ബാഡ് പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുറവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവരെങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ കാണാനായിട്ട് പഠിക്കുക. കൂടുതൽ നമ്മൾ ഇമാജിനേഷനും എക്സ്പെക്റ്റേഷനൊക്കെ കൊടുത്തിട്ട് അവരെ നമ്മുടെ ഭയങ്കര വലിയ സംഭവമാക്കി നമ്പർ 1 പ്രയോറിറ്റി ആക്കി നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് സമയം തരുന്നില്ല, അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ടൈം തരുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നില്ല എങ്കിൽ ആ വ്യക്തിയായിട്ട് തന്നെ കാണുക. എന്നിട്ട് ആ വ്യക്തി നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഈ വ്യക്തി എൻ്റെ ലൈഫിൽ വേണോ വേണ്ടയോ, എന്നിട്ട് നല്ലൊരു ഡെസിഷൻ എടുക്കുക. ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തല്ല, നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഡെസിഷൻ എടുക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക. അത്രേ ഉള്ളൂ. എന്താ പറയുക, വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇനി അടുത്ത തവണ നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കരയാ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് നാണമില്ല, ഞാൻ ഇനിയും കരയുമെന്ന് തന്നെ അങ്ങോട്ട് പറയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ.